ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ചെടിയുണ്ടല്ലോ, നമ്മുടെ പ്രണയത്തിൻ്റെ സിമ്പൽ. ഇപ്പോഴത്തെ അല്ല, പണ്ട് കാലത്തെ പ്രണയത്തിൻ്റെ ഒരു സിമ്പൽ എന്നൊക്കെ പറയാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. പഴയ ഒരു കഥയുണ്ട് ഈ ഒരു ചെടിക്ക്, എടുത്തു പറയേണ്ട ഒരു കഥയുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടകപ്പാല എന്നാണ്. ഇതിനെ കുടജം എന്നാണ് ആയുർവേദത്തിൽ അറിയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത, അതേപോലെ തന്നെ തടിയുടെ പ്രത്യേകത. തടി ഒരു തവിട്ട് കളറാണ്, ഒരു പരിപരിപ്പനായിട്ടുള്ള തടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത നോക്കറിയാം, കുറച്ച് നീണ്ടു വന്നിട്ട് എന്നാൽ അത്യാവശ്യം സൈസിലുള്ള വണ്ണത്തിലുള്ള ഇലകളാണ്. അത് കാണാനും ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ. നിങ്ങൾ നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞാൽ അറിയാവോ എന്നറിയില്ല. നമ്മുടെ നന്ദ്യാർവട്ടത്തിൻ്റെ പൂക്കളൊക്കെ ഇരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്, ഈ കുടകപ്പാലയുടെ പൂക്കൾ. അതിങ്ങനെ ഒരു തണ്ടിൽ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. അത് കാണാനും നല്ല ഭംഗിയാണ്. 5 ഇതളുകളാണ് ഓരോ പൂക്കൾക്കും ഉണ്ടാവുന്നത്. നല്ല സ്മെല്ലും ഉണ്ട്, അത്യാവശ്യം നല്ല മണമുള്ള പൂക്കളാണ്. നമ്മൾ പാല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് യക്ഷിപ്പാല അല്ലേ, അങ്ങനെയൊക്കെയാണ്. ഇത് ആയുർവേദത്തിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാനമുള്ള ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ പേര് ആയുർവേദത്തിൽ കുടജം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിസാരം, നമ്മൾ രക്തത്തോടു കൂടി വയറിളക്കമൊക്കെ ഉള്ള സമയത്ത്, നോർമലാണെങ്കിൽ അതേപോലെ തന്നെ രക്തം കൂടി വയറിളക്കം ഉണ്ടാവുന്നത്, അമീബിക് ഡിസെൻട്രിക്ക്, അതേപോലെ തന്നെ വിരശല്യം, പിന്നെ നമ്മൾ കുട്ടികൾക്കുണ്ടാവുന്ന വിരശല്യം ഉണ്ടല്ലോ, നമ്മൾ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ വിരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് കഷായം വെച്ച്, ഇതിൻ്റെ തൊലിയും ഒക്കെ കഷായം വെച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആയുർവേദത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഈ ഒരു കുടകപ്പാല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ വന്നത് വീഡിയോ എടുക്കാനായിട്ട്. ഇതിൽ ഒരു നിത്യഹരിത വൃക്ഷം എന്നൊക്കെ പറയാവുന്ന ഒരു 10 മുതൽ 15 മീറ്റർ വരെയൊക്കെ ഉയരം വയ്ക്കുന്ന ഒരു മരമാണിത്. അപ്പോൾ ഇതിൻ്റെ തടിയുടെ പ്രത്യേകതകളാണെങ്കിലും ഒരുപാട് ബലമില്ലെങ്കിൽ കൂടി അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ കൊത്തുപണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വൃക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഐവറി ട്രീ എന്നറിയപ്പെടാനുള്ള ഒരു കാരണവും കൂടി. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ത്വക്ക് രോഗങ്ങളൊക്കെ, നമ്മുടെ സ്കിന്നിന് അലർജികൾ ഉണ്ടാവും, അതേപോലെ തന്നെ വ്രണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇലയും തൊലിയും ഒക്കെ അരച്ച് പുരട്ടാറുണ്ട്. ആയുർവേദത്തിൽ ഇത് മരുന്നായിട്ട് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്കിൻ പരമായ കാര്യങ്ങൾക്കും അതുപോലുള്ള അതിസാരം പോലുള്ള അസുഖങ്ങൾക്കും ഒക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് ഇതിൻ്റെ വിത്ത്, ആ കുടകപ്പാലയുടെ വിത്ത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികളുടെ വയറ്റിലെ വിരശല്യം മാറാനായിട്ട് ഇതിൻ്റെ തൊലി കഷായം വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലേറിയ പോലുള്ള പനികളൊക്കെ വരുന്ന സമയത്തും ഇതിൻ്റെ തൊലി മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ഇത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കുടകപ്പാല, അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന പോലെ കുടജം എന്ന് പറയുന്ന ഈ ഒരു മരം. അപ്പം ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ പ്രണയത്തിൻ്റെ ഒരു സിമ്പലാണെന്നൊക്കെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി രസകരമായ ഒരു സ്റ്റോറിയുണ്ട്. രസകരമായ സ്റ്റോറി എന്നല്ല, നമ്മുടെ കാളിദാസൻ്റെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം ഈ കുടജം എന്ന പേര് വരാനും ആ കാളിദാസൻ്റെ കൃതികളിൽ ഇതിനെ പറയാനുമുള്ളൊരു കാരണവും കൂടിയുണ്ട്. അപ്പം അത് എന്താണെന്നുള്ളത് ചെറിയ വാക്കിൽ ഞാൻ ആ കഥ എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ കുടജം അല്ലെങ്കിൽ കുടകപ്പാല എന്ന് പറയുന്ന ഈ മരത്തെക്കുറിച്ചുള്ള ഒരു രസകരമായ ഒരു പ്രണയ സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. വേറൊന്നുമല്ല, നമ്മുടെ കാളിദാസൻ്റെ മേഘ സന്ദേശം എന്ന കൃതിയിലാണ് ഈ ഒരു കുടജം എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് പറയുന്നത്. കാരണം അതിനകത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് കുബേരൻ എന്ന് പറയുന്നത്. അദ്ദേഹം അളകാപുരിയിലെ രാജാവായിരുന്ന സമയത്ത് എല്ലാ ദിവസവും മാനസ സരോവരത്തിൽ നിന്നും താമരപ്പൂക്കൾ കൊണ്ടുവരണം അദ്ദേഹത്തിന് പൂജയ്ക്കായിട്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരാണ് യക്ഷന്മാരെന്ന് പറയുന്നത്. യക്ഷന്മാരെന്ന് പറഞ്ഞാൽ അപൂർവ ശക്തിയുള്ള ആളുകളാണ് അവർ. അപ്പം അതുകൊണ്ട് തന്നെ യക്ഷന് അദ്ദേഹത്തിൻ്റെ അതീവ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. അപ്പം ആ ഭാര്യയോടുള്ള പ്രേമം കാരണം അദ്ദേഹത്തിന് ആ സമയത്ത്, ഒരു ദിവസം സമയത്ത് താമരപ്പൂക്കൾ എത്തിക്കാൻ പറ്റിയില്ല. അതിൽ കോപിഷ്ഠനായ നമ്മുടെ കുബേര ചക്രവർത്തി എന്ത് ചെയ്തെന്നറിയാവോ, യക്ഷനെ ശപിച്ചു. ഇദ്ദേഹത്തിനെ ഭൂമിയിലേക്ക് പോകാൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തികളും തിരിച്ചെടുത്ത് അദ്ദേഹത്തിനോട് ഭൂമിയിൽ പോകാനായിട്ട് ശാപം കൊടുത്തു. അങ്ങനെയാണ് രാമഗിരി മലനിരകളിൽ അദ്ദേഹം 8 മാസക്കാലം ഭാര്യയുമായി വേർപിരിഞ്ഞ് അദ്ദേഹം വിരഹ ദുഃഖത്തിൽ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് കഥയിൽ. അങ്ങനെ 8 മാസക്കാലം സ്വന്തം ഭാര്യയെ പിരിഞ്ഞ് വിരഹ ദുഃഖത്തിൽ കഴിഞ്ഞ യക്ഷന് ആ 8 മാസത്തിന് ശേഷം മഴ പെയ്യുകയും, മഴ പെയ്ത സമയത്ത് ഒരു മേഘം അതുവഴി പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ മേഘത്തെ കണ്ടുമുട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മേഘത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ തന്നെ ഓർത്ത് വിരഹ ദുഃഖത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് പേടിച്ച് ഒരു സന്ദേശം സ്വന്തം ഭാര്യയ്ക്ക് കൈമാറാനായിട്ട് മേഘത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മേഘത്തെ പൂജിക്കുകയാണ്. മേഘത്തെ പൂജിച്ചാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിനായിട്ട് അവിടെ വിശിഷ്ടമായ പൂക്കളൊന്നും ആ ഒരു രാമഗിരി
മലനിരകളിൽ കാണാത്തത് കൊണ്ട് നമ്മുടെ കുടകപ്പാലയുടെ പൂക്കൾ അന്ന് പെയ്ത ആ മഴയിൽ പെട്ടെന്നുണ്ടായ മഴയിൽ ഇതിൽ പൂക്കൾ വിരിഞ്ഞുവെന്നും ആ പൂക്കൾ വെച്ച് എന്താണ് മേഘത്തെ പൂജിച്ചു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം വിശിഷ്ടമായ കഥകളുള്ള പൂക്കളും അതേപോലെ തന്നെ ഈ കുടജപ്പൂക്കൾ അല്ലെങ്കിൽ കുടകപ്പാല എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ആയുർവേദത്തിലും ഇത്രത്തോളം പ്രാധാന്യം പറയുന്നതും എന്നാൽ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ വിരഹത്തിൻ്റെ സിമ്പലായിട്ടൊക്കെ പറയുന്ന ഈ ഒരു ചെടിയെ നിങ്ങളെ പരിചയപ്പെടുത്താതെ എങ്ങനെ പോകുമല്ലേ ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വിരഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സിമ്പലും, അതേപോലെ ആയുർവേദത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള നമ്മുടെ കുടകപ്പാല എന്ന് പറയുന്ന ആ ഒരു ചെടി. അപ്പോൾ ഇത് നിങ്ങളെ എങ്ങനെ പരിചയപ്പെടുത്താതിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.